പക്ഷെ സാലിയോ? അവളുടെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? അതാണ് എന്റെ പ്രശ്നം. ഗീത നിങ്ങളുടെ കൂടെയാണ് പുറപ്പെട്ടത്. അവളുടെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. എനിക്കതെവിടെയും ധൈര്യമായി പറയാം. എനിക്കറിയാവുന്ന മുഴുവൻ ഞാൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ സത്യമറിയാവുന്നവരും ഒന്നും അറിയാതെ വിഷമിക്കുന്നവരും നമ്മൾ രണ്ടുപേരാണ്. ദയവ് ചെയ്ത് പോലീസ് പറയരുത്. ആകെ മാനക്കേടാവും. ഇന്ന് രാത്രി അല്ലെങ്കിൽ കാലത്ത് അവർ തിരിച്ചെത്തും. എന്താണ് ഉറപ്പ്? എന്റെ വിശ്വാസം മാത്രമാണ് എന്റെ ഉറപ്പ്. ഞാൻ ഈ രാത്രി കൂടി കാക്കാം. പിന്നെ മറ്റേതെങ്കിലും വഴിക്ക് പുറത്തറിയും മുമ്പ് എനിക്ക് ചെയ്യേണ്ടത് ചെയ്തേ പറ്റൂ. നിങ്ങൾ എന്തിനീ പത്രാധിപരെ കൂട്ടുപിടിക്കുന്നത്? ഇങ്ങനെ ബുദ്ധിയില്ലാത്തൊരു ജന്തു. എല്ലയോ ബുദ്ധിരാക്ഷസി, പറഞ്ഞതാ. നിങ്ങൾ നേരിട്ട് പോയാ ചെറുക്കനെ കാണണം. ചെറുക്കനെ? എന്നിട്ട് ഈ പടമെല്ലാം പത്രത്തിൽ കൊടുക്കുമെന്ന് പറയണം. അയ്യോ, കമ്മീഷണറുടെ മോനാ? ആരെയായാലും എന്താ? ഫോട്ടോ കള്ളം പറയൂ. അയാൾ ചോദിക്കുന്ന കാശ് തന്ന് സാധനം വാങ്ങിച്ചോളൂ. അയ്യോ, ആ കളി വേണ്ട. പോലീസിന്റെ കോട്ടയിലാ കയറി കളിക്കുന്നേ. പോലീസോ പട്ടാളമാട്ടെ, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? പിന്നെ ഒരു കാര്യം, എല്ലാരും നിങ്ങളെപ്പോലെ കോന്തന്മാരാന്ന് വിചാരിക്കരുത്. തലയർത്താലും കാശ് വാങ്ങിച്ചുകൊണ്ട് സാധനം കൊടുക്കാവൂ. വന്നില്ലേ? ആ ചെറുപ്പക്കാരനോട് വളരെ പഴയ തറവാടാണ്. ഈ വാർത്ത എങ്ങാനും ചെവിയിലെത്തിയാൽ അവരുടെ അച്ഛനും അമ്മയും തൂങ്ങി മരിക്കും. ദയവ് ചെയ്ത് ഇനി ഒരു ന്യൂസും പബ്ലിഷ് ചെയ്യരുത്. ഇവിടെ മനുഷ്യത്വം കാണിച്ചാൽ എന്റെ ബിസിനസ് പൊളിഞ്ഞു പോകും. നിങ്ങൾക്ക് പണമല്ല വേണ്ടത്, അതെത്രയായാലും പ്രശ്നമാക്കണ്ട. പക്ഷേ ഇക്കാര്യത്തിൽ നിങ്ങളെ സഹായിച്ചില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിങ്ങളുടെ അവസ്ഥ പൂർണ്ണമായി മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി പണത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാനുള്ള ക്രൂരത എനിക്കില്ല. ഹോസ്റ്റലിൽ നിന്ന് ഒരു പെണ്ണിനെ കാണാനില്ല. അവൾ ഏതോ പണക്കാരൻ പയ്യനുമായി അടുപ്പത്തിലാണ്. ഇത്ര മാത്രമേ എനിക്കറിയാവൂ. നിങ്ങളുടെ ഈ ഫോട്ടോ അവിടെ പരസ്യപ്പെടുത്തിയതോ? അതുകൊണ്ടാണ് പോലീസും എന്നെ വിളിച്ച് ചോദിച്ചത്. അവരോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് മറച്ചു വയ്ക്കുന്നില്ല. ഒരു ഫോട്ടോഗ്രാഫറാണ് സത്യത്തിൽ ഈ വാർത്ത എനിക്ക് തന്നത്. പക്ഷേ വിശദമായി അയാൾ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അയാളെ കണ്ടാലോ? അയാൾ ആളൊരു മണ്ടന്, ഒരു പെങ്കോന്തൻ. ഭാര്യയാണ് അയാളുടെ ഭർത്താവ്. അതാ സ്ഥിതി. പക്ഷേ അതുകൊണ്ട് നിങ്ങളിത് ട്രൈ ചെയ്യാതിരിക്കണമെന്നില്ല. മിടുക്കൻ, നിങ്ങളൊരു അത്ഭുത മനുഷ്യൻ. ഇതിനൊന്നും മനസ്സുണ്ടായിട്ടല്ല സാറേ. എന്നാലും ജീവിക്കണ്ടായോ? ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ നിങ്ങൾ ആരോടൊക്കെ ആലോചിച്ചു? എനിക്ക് ആരോടും ആലോചിക്കാനില്ല സാറേ. ഞാനൊരു ഒറ്റയാണ്. What would you like to drink? Tea or coffee? Hey, ഒന്നും വേണമെന്നില്ല. തൽക്കാലം കുടിക്കാനുള്ളത് ഞാൻ കൈ കരുതിയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് കഴിക്കുന്നതിന് വിരോധമൊന്നുമില്ലെങ്കിൽ വെള്ളം. It's okay, go ahead. രാജു, ഞാൻ കൂടുതലൊന്നും പറയണ്ട.
ഉം. എന്റെ വലിയൊരു രഹസ്യത്തിന്റെ അവസാന തെളിവുകൾ നശിക്കുന്ന ഒരു ദിവസമാണിത്. നമുക്കിതൊന്ന് ആഘോഷിക്കാം. കമോൺ. ഇന്നു മുതൽ നമ്മൾ ഫ്രണ്ട്സാണ്. കാശിനൊന്നുമല്ല, പിന്നെ സ്നേഹമാണെങ്കിൽ വല്ലപ്പോഴും ദേ ഇതേലൊരെണ്ണ. അയ്യോ, എങ്ങാനും ഓഫായി പോയാലും കയ്യിലുള്ള കാശ് വഴി പോകാതെ ഒന്ന് ശ്രദ്ധിച്ചോണേ സാറേ. മോളിലിരിക്കണ മൂപ്പിന്നല്ലയോ സാറേ ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫർ? അതിയാന്റെ ഒരു പങ്കപ്പാട് കണ്ടില്ലയോ? ചുറ്റും ചോര തുപ്പി നിറച്ച് എന്തൊരു മരണവെപ്രാളവാ. നോക്കണം സാറേ. ഫോട്ടോ എടുത്തിട്ട് എനിക്ക് മരിച്ചാ മതിയായിരുന്നു. വരുന്നു, ചവിട്ടി പൊളിക്കണ്ട. സോദര അവരെ കുടിച്ച് കൂത്തായിട്ട് നടന്നിട്ട് വന്നിരിക്കുന്നു. കാശിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിലാ അപ്പോഴറിയാം. പേടിക്കണ്ട, ഞാനൊരു സഹായം തേടി വന്നതാണ്. എന്തിനായാലും അസമയത്ത് തന്നെ വീട്ടിൽ വന്ന് കയറുന്നതിന് ഒരു മര്യാദ വേണ്ടേ? ക്ഷമിക്കണം, അത്യാവശ്യം കൊണ്ടാണ് മര്യാദ മറന്നു പോകുന്നത്. അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാൻ ആണുങ്ങളുള്ളപ്പോ വരണം. പക്ഷേ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയും. ഹോസ്റ്റലിൽ നിന്ന് കാണാതായ പെൺകുട്ടിയുടെ ബന്ധുവാണ് ഞാൻ. അവൾ പോയത് എവിടേക്കാണെന്നാണ് എനിക്കറിയേണ്ടത്. ദയവ് ചെയ്ത് എന്നെ വലയ്ക്കരുത്. നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പറയൂ, അവൾ എവിടേക്കാണ് പോയത്? നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അഭിനയിക്കുകയാണോ? നിങ്ങളുടെ ഭർത്താവ് എടുത്ത ഫോട്ടോകൾ എവിടെ? ഓ, അതാണോ? അയ്യോ, വീട്ടുകാരൻ നോക്കാനല്ലാതെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. ഇതൊക്കെ നേരിട്ട് ചോദിച്ചാലേ അറിയാവൂ. സത്യം അറിയാനാണ് ഞാൻ വന്നത്. എന്തും ചെയ്യാൻ മടിക്കാത്ത അവസ്ഥയിലാണ് ഞാൻ.
അറിയേണ്ടത് അറിഞ്ഞേ ഞാൻ പോകൂ.